വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? ഇതാണ് ചോദ്യം. വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം. ബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുഭുജം എന്ന് പറഞ്ഞാൽ? ബഹുഭുജം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള മകളെ ഇംഗ്ലീഷിൽ നമ്മൾ പോളിഗൺ എന്ന് പറയും. പോളിഗൺ, ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ എന്ന് പറയും. അതായത് മൂന്നോ അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബഹുഭുജങ്ങൾ. എന്താണ് ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ? മൂന്നോ അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എന്ത്? ബഹുഭുജങ്ങൾ. അപ്പൊ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശമുണ്ട്, അപ്പൊ അതൊരു ബഹുഭുജമാണ്. ഇനി 4 വശങ്ങളുള്ള രൂപങ്ങളാണ് ചതുർഭുജങ്ങൾ, അത് ബഹുഭുജങ്ങളാണ്. 5 വശമുള്ള രൂപങ്ങളെയാണ് നമ്മൾ പഞ്ചഭുജം, പെന്റഗൺ എന്ന് വിളിക്കുന്നത്, അതൊരു ബഹുഭുജമാണ്. 6 വശങ്ങളുള്ള രൂപങ്ങളെയാണ് നമ്മൾ ഷഡ്ഭുജം എന്ന് വിളിക്കുന്നത്, ഷഡ്ഭുജം അല്ലെ. സോ അതായത് ഹെക്സഗൺ എന്ന് വിളിക്കുന്നത്, അതും ഒരു ബഹുഭുജമാണ്. അപ്പൊ 3ഓ അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ. ഇനി അവിടെ ഈ ചോദ്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു ബഹുഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം കാണാൻ n × n-3/2 എന്നതാണ് ഇക്വേഷൻ. കേട്ടോ, വികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയഗണൽസ്. ഒരു പോളിഗന്റെ, ഒരു ബഹുഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം കാണാൻ ഇക്വേഷൻ n × n-3/2 ആണ് കേട്ടോ. n × n-3/2. ഇനി ഇവിടെ ചോദ്യം ഇതാണ്, വശങ്ങളുടെ എണ്ണവും ബഹുഭുജങ്ങളുടെ എണ്ണവും തുല്യമായത് ഏതിലാണെന്ന് അല്ലെ. ഉത്തരം പഞ്ചഭുജം മക്കളെ. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാർ, 5 വശങ്ങളുള്ള രൂപങ്ങളാണ് പഞ്ചഭുജങ്ങൾ, പെന്റഗൺ ഇംഗ്ലീഷ് കേട്ടോ. പഞ്ചഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം 5 ആണ്. അപ്പൊ വശങ്ങളുടെ എണ്ണത്തെ നമ്മൾ എന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പഞ്ചഭുജത്തിന് 5 വശങ്ങളുണ്ടെന്ന് നമുക്കറിയാം, ആണോ? ഈ പഞ്ചഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചാലോ? പഞ്ചഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം കാണാൻ n × n-3/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം, ആണോ? അപ്പൊ എന്നാണ് വശങ്ങളുടെ എണ്ണം? 5 × n-3 2/2 എന്ന് വരും, ഈക്വൽ ടു നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി, പഞ്ചഭുജത്തിന് 5 വശങ്ങളും ഉണ്ട്, പഞ്ചഭുജത്തിന് 5 വികരണങ്ങളും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം എന്ന് പറയുന്നത് പഞ്ചഭുജമാണ്, പെന്റഗൺ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ചോദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ബഹുഭുജം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എന്താ ബഹുഭുജത്തിന്റെ ഡെഫിനിഷൻ? 3ഓ അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബഹുഭുജങ്ങൾ, ആണോ? 3 വശങ്ങളുള്ള ബഹുഭുജങ്ങളെ നമ്മൾ ഒരു കോമൺ പേര് വിളിക്കും ത്രികോണങ്ങൾ. 4 വശങ്ങളുള്ള ബഹുഭുജങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കും ചതുർഭുജങ്ങൾ, ക്വാഡ്രിലാറ്ററൽസ്. 5 വശങ്ങളുള്ള ബഹുഭുജങ്ങളെ നമ്മൾ വിളിക്കും പഞ്ചഭുജം. 6 വശമുള്ളത് ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, നവഭുജം, ദശഭുജം. ഈ പേരുകളൊക്കെ നമുക്ക് അത്യാവശ്യം പരിചയമുണ്ട് അല്ലെ. പഞ്ചപാണ്ഡവന്മാർ, പഞ്ച എന്ന് പറഞ്ഞാൽ 5 അല്ലെ. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ഷഡ്പദങ്ങൾ അല്ലെ. ഇനി സപ്തഭുജം എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങൾ അല്ലെ. അഷ്ടഭുജം എന്ന് പറഞ്ഞാൽ അഷ്ടദിക്കുകൾ. നവഭുജം എന്ന് പറഞ്ഞാൽ നവരസങ്ങൾ, കണ്ടോ. ദശഭുജം എന്ന് പറഞ്ഞാൽ ദശാവതാരം അല്ലെ. അപ്പൊ നമുക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ തന്നെയായത് അല്ലെ. അപ്പൊ അതാണ് ഈ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ, ദെൻ ഡെക്കഗൺ കേട്ടോ. അതാണ് ഈ 10 വരെ വശങ്ങളുള്ള രൂപങ്ങളുടെ പേരുകൾ. ശരി, അപ്പൊ വികരണത്തിന്റെ എണ്ണം കാണാൻ, ഏതൊരു ബഹുഭുജത്തിന്റെ വികരണത്തിന്റെ എണ്ണം കാണാൻ ഇക്വേഷൻ n × n-3/2 ആണ്. പഠിച്ചോണം, മനസ്സിലാക്കി.